വാൾ ഹാങ്ങിങ് ആണ്. ഇതിന്റെ ബേസ് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് പഴയ ഒരു ചോപ്പിംഗ് ബോർഡ് ആണ്. ഇതുപോലെ തന്നെ പല വേസ്റ്റ് മെറ്റീരിയൽസും നമുക്ക് റിയൂസ് ചെയ്യാം. നമ്മളുടെ കയ്യിൽ സാധനങ്ങൾ വെച്ചിട്ട് അതിന് നമുക്ക് പല ഡെക്കറേറ്റീവ് ഐറ്റംസും ആക്കി മാറ്റാം. അപ്പം ഈ ഒരു വാൾ ഹാങ്ങിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചോപ്പിംഗ് ബോർഡാണ്. ഇത് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് കേക്ക് ട്രേയോ അതുപോലെ കാർഡ്ബോർഡ്, പ്ലൈവുഡ് പീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് എയർ ഡ്രൈ ക്ലേ ആണ് വേണ്ടത്. അത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടാൽക്കൺ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്യാനും അതുപോലെ റോൾ ചെയ്യാനൊക്കെ ടൂൾസായിട്ട് ഇതുപോലെ കുറച്ച് ഒരു പെൻസില്, സ്കെയില്, പിന്നെ കോമ്പസ് ഒക്കെയാണ് എടുത്തിട്ടുള്ള ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയിൻറ് അത് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രഷും. പിന്നെ നമ്മുടെ വാൾ ഹാങ്ങിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കളറിലുള്ള വൈറ്റിലും ഗ്രീൻ കളറിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്ലാസ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇത് എന്താണ് എയർ ഡ്രൈ ക്ലേ റെഡിയാക്കി എടുക്കാം. ഇത് പുതിയ ക്ലേ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളപ്പം ഒരു സെൻറ്റൻസ് എഴുതുന്നുണ്ട് ഇതിന് മാച്ച് ആയിട്ടുള്ളത്. അപ്പം അത് പിന്നെ നമ്മുടെ പിക്ചറും ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് എന്തോ പിക്ചറാണോ വരയ്ക്കേണ്ടത് അതൊന്ന് പെട്ടെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഫ്ലോറുള്ള ഒരു ഹൗസായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കുറച്ച് വലുതും സെക്കൻഡ് ഫ്ലോർ കുറച്ച് ചെറുതുമായിട്ടാണ്. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ക്ലേ വെച്ചിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തു. ബട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യണമായിരുന്നു, ഇതിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കണമായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഒട്ടിച്ചു. ഇനി നമ്മൾ ഈ ഒരു ഹൗസിൻ്റെ മേലേക്ക് കുറച്ച് എയർ ഡ്രൈ ക്ലേസ് ഒക്കെ ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തിക്നെസ് ഒന്നും ഒരേപോലെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പോർഷനിൽ ഗ്ലൂ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫുൾ ഔട്ട്ലൈനും കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഔട്ട്ലൈന് ഫുള്ള് ഒട്ടിക്കുമ്പോൾ ഈ ബാക്കി വരുന്ന ഇതുപോലത്തെ പീസസൊക്കെ ചെറിയ ചെറിയ ഭാഗത്തോട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഡോറും വിൻഡോസൊക്കെ ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ട്രീ ഒക്കെ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് താന് കുറെ ഒട്ടിച്ച സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി അത് വീണൊട്ടിച്ചു. അപ്പൊ നമ്മുടെ ഈ എയർ ഡ്രൈ ക്ലേ വെച്ച് ഒട്ടിക്കുന്നതൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബേസ് അടിക്കുന്നത് വൈറ്റ് കളർ അക്രിലിക് പെയിന്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബേസ് കോട്ട് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പെയിന്റിങ്ങിലോട്ട് കിടക്കാം. ചെറിയ നിബിള ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഈ കോർണേഴ്സിലും എഡ്ജിലൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് എന്താണ് ഒരു മീഡിയം സൈസ് ടിപ്പുള്ള ബ്രഷ് വെച്ചിട്ട് ഫുള്ളി കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ
സ്കൈക്ക് സ്കൈ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലൗഡ്സിന് നമ്മൾ വിചാരിച്ചത് ടീൽ ബ്ലൂ കൊടുക്കാമെന്നാണ്. പക്ഷേ വൈറ്റ് ക്ലൗഡ്സ് ആണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ എയറിൽ വെച്ചിട്ടുള്ള പോർഷനിലൊക്കെ ചെറുതായിട്ട് സ്കൈ ബ്ലൂ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് ലാസ്റ്റ് ക്ലൗഡ്സിന് വൈറ്റ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഇവിടെ വരെയായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്തത്. ഇനി നമ്മൾക്ക് താഴത്തേക്കുള്ള പോർഷനും കൂടെ ചെയ്യണം. നമ്മള് എന്താണ് സ്കൈ മുതൽ സി വരെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിനോട്ടും ടീൽ ബ്ലൂ അത് ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇതിന് കൊടുക്കുന്നത് അൾട്രാമറിയൻ ബ്ലൂ ആണ് കേട്ടോ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ കളർ ചെയ്യുന്നത് സ്വീറ്റ് ഹോം എഴുതിയതിന്റെ മുകളിലൂടെയാണ്. അപ്പം അതിന് കൊടുക്കുന്നത് കോറൽ റെഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഈ ഇങ്ങനെ ബോൾസ് ആക്കി പരത്തി വെച്ചതിന് മുകളിൽ ഈ ഒരു ഷെയ്ഡ് ക്രീം ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഈ ഗ്ലിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാവുന്ന ഈ സ്വീറ്റ് ഹോം ഏരിയന്റെ മുകളിലൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം തുമ്പനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്ലിറ്റർ കൊടുക്കാനും. ക്ലൗഡ് നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ലാസ്റ്റ് പെയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പെയിന്റ് ചെയ്യുന്നത് തുമ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസും കൂടെ ഗ്ലിറ്റർ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിൻ്റെ മുകളിൽ ഇവിടെ പിന്നെ ഈ നമ്മൾ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷനിലൊക്കെ നമ്മൾ ഗ്ലിറ്റർ കൊടുക്കണം. ഇവിടെയൊക്കെ സിൽവർ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ വാൾ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ട് പല ഡെക്കറേറ്റീവ് ഐറ്റംസും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അപ്പോൾ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഒരക്കത്തിന് നീറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു അമ്മ എന്നെ തള്ളിയിടണോ. ട്രയലിംഗ് ആണ്. കുറെ ആയിട്ട്